പാപം കഴുകിക്കളയപ്പെടാവുന്നതുമല്ല, അത് കത്തിയെരിഞ്ഞേ അടങ്ങൂ. ജീവന് പകരം ജീവൻ, അതാണ് ഇസ്രായേലിന്റെ നിയമം. പാപത്തിന്റെയും അത് എന്റെ മേൽ തന്നെ ആയിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. തിരുമേനി പൊറുക്കണം. ഈ മനോഭാവം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അബ്സലോം പടിവാതിക്കലുണ്ട്. ഭ്രാന്ത് പിടിച്ച ഒരു സൈന്യവുമായി അവരെ ഇനി തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. അങ്ങ് ഒരിക്കൽ കൂടി പടവെട്ടിയേ മതിയാവൂ. ഈ കൈകളിൽ ബലമില്ല യോബാ. പാറാവുകാർക്ക് അങ്ങയെ കണ്ടാൽ മതി, അല്ലെങ്കിൽ അവർ കീഴടങ്ങും. അങ്ങ് പറഞ്ഞ ആ മരണം സംഭവിച്ചെന്ന് വരാം. അതാണ് യഹോവയുടെ ഇഷ്ടമെങ്കിൽ യഹോവയുടെ നാമം വെറുതെ എന്തിനു? ഇവിടെ ഒരു രാജാവിന്റെ ചുമതലയാണ് ആവശ്യം. എന്റെ പ്രഥമ ചുമതല എന്റെ പാപത്തോടുള്ളതാണ്. ആ കണക്കാദ്യം തീരണം. അതിനു മുമ്പ് എനിക്ക് യഹോവയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കുകയില്ല. യോബാബിന് തോന്നുന്നുണ്ടായിരിക്കാം ഞാൻ ഭീരത്വം കാണിക്കുകയാണെന്ന്, അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധി കാണിക്കുകയാണെന്ന്. അങ്ങനെയല്ല പ്രിയപ്പെട്ട യോബ. എനിക്ക് തെറ്റിയെന്ന് കണ്ടാൽ ഞാൻ അതിനെ അംഗീകരിക്കും. എന്റെ കൈപ്പുള്ള പാനീയം ഞാൻ കുടിച്ചു തീർക്കും. എന്താണ് എന്താണ് യൂദാ? മരിച്ചു. ആര്? രാജ്ഞിയോ? അല്ല, കുട്ടി. രാജ്ഞിക്ക് എങ്ങനെയുണ്ട്? രാജ്ഞിക്ക് അപകടമില്ല. യഹോവയുടെ ഇഷ്ടം, യഹോവയ്ക്ക് മഹത്വം. ഇനി അദ്ദേഹത്തെ കൊണ്ട് എങ്ങനെ യുദ്ധം ചെയ്യിക്കും? യുദ്ധം ചെയ്യേണ്ടായിരുന്നു. അദ്ദേഹം ഒന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ. അബ്സലോം ജയിച്ചത് തന്നെ. അമാസ അത് നേരത്തെ കണ്ടു. ആ പ്രവാചകനാണ് ഈ കുഴപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയത്. അബ്സലോമിന് നാം ഇപ്പോൾ ഭാരമായി തോന്നിയേക്കാം. എങ്കിലും തിരുമേനി നമ്മളെ കൈവടിയുമെന്ന് ദാവീദ് രാജാവ് നിങ്ങളെ കൈവിടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്റെ പ്രായശ്ചിത്തം കഴിഞ്ഞിരിക്കുന്നു? ഞാൻ എന്റെ പാപത്തിന് വേണ്ടി കരഞ്ഞു, പ്രാർത്ഥിച്ചു. പാപത്തിന്റെ ഫലം മരണമേറ്റെടുത്തു. സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇനി ജനങ്ങളോടും നിങ്ങളോടുമുള്ള എന്റെ ചുമതല, യഹോവ എന്നോടുകൂടിയുണ്ട്. യൂദാ